നമസ്കാരം. ഇന്ന് ഇതുവരെയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ കീർത്തന കേശവൻ. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജെറിയും ചേരുന്നു. ആദ്യ വാർത്തയിലേക്ക്. വയനാട്ടിൽ BJP മുൻ ജില്ലാ അധ്യക്ഷൻ പാർട്ടി വിട്ടു. KP മധുവാണ് നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടത്. പാർട്ടിയിലെ ഗ്രൂപ്പ് പോരിൽ മനം മടുത്താണ് പാർട്ടി വിട്ടതെന്ന് KP മധു. BJP രാഷ്ട്രീയം ഇനി തുടരുന്നില്ല, അത് അവസാനിപ്പിച്ചു. അതിന് കാരണം ഞാൻ BJP ചേർന്നത് തല്ലും പിടിയും ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും ഗ്രൂപ്പ് കളിക്കാനും തമ്മിൽ തല്ലാനാണ്. അതിന് തമ്മിലടിക്കാനും ഗ്രൂപ്പ് കളിക്കാനാണെങ്കിൽ ഇവിടെ വേറെ കക്ഷികളുണ്ട്, അവരുടെ കൂടെ പോയാൽ മതി. അതിന് BJP നിൽക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ BJPയുടെ ഒരു പോക്ക്. ഇതിലെനിക്ക് അമർഷമുണ്ട്, സങ്കടവും. അപ്പൊ കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് 10, 35, 40, 50 വർഷക്കാലമായിട്ട് എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ കേരളത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു പുരോഗതി ഉണ്ടാവണ്ടേ, ഒരു മാറ്റം ഉണ്ടാവണ്ടേ? മിഥില ബാലൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മിഥില, പാലക്കാട്ടെ പൊട്ടിത്തെറിക്ക് പിന്നാലെ ഇതാ വയനാട്ടിലും BJPയിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നു. എന്താണ് പാർട്ടിക്കെതിരെ, നേതൃത്വത്തിനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ? കീർത്തന, ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് KP മധു BJP വിട്ടത്. പാലക്കാട് മുൻ ജില്ലാ അധ്യക്ഷൻ ആണ് ഇദ്ദേഹത്തെ നേരത്തെ പാർട്ടി ജില്ലാ അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്നത് പുൽപ്പള്ളിയിലുണ്ടായ കാട്ടാന ആക്രമണത്തിന്റെ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണത്തിലായിരുന്നു ബാബുവിനെതിരെ നടപടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പരസ്യ പ്രതികരണം എന്നത് ലോഹ ഇട്ടവരാണ് ഈ അക്രമ സമരത്തിന് പിന്നിലെന്നായിരുന്നു ബാബു അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മധു അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പാർട്ടി പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. മധു പറയുന്നത് ഇതാണ്: പാർട്ടിയിൽ നടക്കുന്നത് അടിയും തമ്മിൽത്തല്ലും മാത്രമാണ്. ഇതിൽ മനംനൊന്താണ് താൻ പാർട്ടി വിടുന്നത്. ഇതുവരെ തന്നെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതിനു ശേഷം ഒരാളും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഒരാളോ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിൽ നിന്നും ഒരാളോ ആരും തന്നെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അത്തരം ഒരു അവഗണന, കടുത്ത രീതിയിലുള്ള ഒരു അവഗണന നേരിടുന്നു. തമ്മിൽ തല്ലും ഗ്രൂപ്പിസവും മാത്രമാണ് പാർട്ടിയിൽ നടക്കുന്നത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. കടുത്ത അവഗണന ഈ പാർട്ടി നേതൃത്വത്തിൽ നിന്നും നേരിടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് KP മധു ഇത്തരം ഒരു തീരുമാനമെടുത്തത്, പാർട്ടി വിട്ടത്. ശരി. വയനാട്ടിലും BJPയിൽ കൊഴിഞ്ഞുപോക്ക്. മുൻ ജില്ലാ അധ്യക്ഷൻ KP മധുവാണ് പാർട്ടി വിട്ടത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്ന് BJP നേതൃയോഗത്തിൽ ആവശ്യം. കുറ്റക്കാർക്കെതിരെ നടപടി ഉറപ്പാക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കട്ടെ എന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ മറുപടി. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തായാലും ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. എന്നാലും ഈ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഏത് തരത്തിലുള്ള നടപടിയിലേക്കായിരിക്കും BJP കടക്കുന്നുണ്ടാകുക? ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത്? നിലവിൽ പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച് വിപുലമായ ഒരു ചർച്ചയും ഇന്നത്തെ നേതൃയോഗത്തിൽ നടന്നിട്ടില്ല. അതാണ് വസ്തുത. കാരണം ഇത് കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ച പ്രകാരം അവിടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമായും നടന്നത്. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾക്ക് അവരുടെ അനുഭവം വിവരിക്കുന്നതിനുള്ള ഒരു ചെറിയ സമയം നൽകിയിരുന്നു. ആ ഘട്ടത്തിലാണ് അതിലുണ്ടായിരുന്ന 3-4 പേർ എഴുന്നേറ്റ് ഇക്കാര്യത്തിൽ അന്വേഷണം വേണം, പാലക്കാട്ടെ തോൽവിയിൽ അന്വേഷണം വേണം എന്നുള്ള കാര്യം പറഞ്ഞത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരെ കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശനമായ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് V. മുരളീധരനും K. സുരേന്ദ്രനും ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ PK കൃഷ്ണദാസ്, MD രമേശും അടക്കമുള്ളവർ വിട്ടുനിൽക്കുകയുമാണ്. ആ ഘട്ടത്തിൽ K. സുരേന്ദ്രൻ പറഞ്ഞത് തൽക്കാലം പാലക്കാട്ടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം അന്വേഷണവും കുറ്റക്കാർക്കെതിരായ നടപടിയുമാകാം എന്നാണ് പറഞ്ഞത്. എന്തായാലും 7, 8 തീയതികളിൽ പാലക്കാട്ട് ജില്ലാ കമ്മിറ്റി ഈ റിപ്പോർട്ട് സമർപ്പിക്കണം. ആ 2 ദിവസങ്ങളിലും ചേരുന്ന സംസ്ഥാന ഭാരവാഹി യോഗം തെരഞ്ഞെടുപ്പ് വിപുലമായി തന്നെ ചർച്ച ചെയ്യും. പ്രകാശ് ജാവദേക്കർ അടക്കം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും തോൽവി സംബന്ധിച്ച് പഠിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നതും അതിന്മേൽ നടപടികൾ ഉണ്ടാകുന്നതും.
ശരി, ശ്രീകാന്ത് തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷയുടെ ഹർജി. കെ നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന സംശയം തള്ളിക്കളയാനാകില്ലെന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകളും അക്കമിട്ട് പറഞ്ഞാണ് മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായ ശ്രീകാന്ത് ഒരിക്കൽ കൂടി ചേരുന്നു. ശ്രീകാന്ത്, ഈ ഹർജിയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഭാര്യ മഞ്ജുഷ ഉന്നയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്ത് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചത്. അവർ പറയുന്നത് ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ മുതൽ ഓരോ ഘട്ടത്തിലും ഈ കേസ് അട്ടിമറിക്കുന്നതിന് ശ്രമം നടന്നു. ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാകണം എന്നുള്ള ചട്ടം ലംഘിച്ചാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. ഒപ്പം ഈ തെളിവ് കുഴിച്ചു മൂടുക, ഈ നിർണായകമായ തെളിവുകൾ കുഴിച്ചു മൂടുന്നതിനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. പ്രതിക്ക് വ്യാജ തെളിവുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ട ഒത്താശ ചെയ്തു നൽകുന്നു. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ പറയുന്നുണ്ട്. ആത്മഹത്യയല്ല, നേരെ മറിച്ച് കൊലപാതകമെന്ന സംശയമുണ്ട്. കൊന്നുകെട്ടിത്തൂക്കിയതാണോ എന്ന ഒരു പരിശോധന പോലീസ് നടത്തിയില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർക്കാരിന്റെ നിലപാട് നിർണായകമാകും. CPIM എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്നതും ഏറ്റവും ചർച്ചയാകാൻ പോകുന്ന കാര്യമാണ്. കോടതി ഇതിൽ എന്തായാലും സർക്കാരിനും CBIക്കും നോട്ടീസ് അയക്കും. ശരി, ശ്രീകാന്താണ് വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത്. തൃശൂർ കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 4 പേർക്ക് പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ. കീർത്തന, ഈ പരിക്കേറ്റവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിൽ ഈ പോലീസ് ക്വാർട്ടേഴ്സ് റോഡിന് സമീപത്ത് വെച്ചാണ് ഈ നിയന്ത്രണം വിട്ട കാറ് മരത്തിലിടിക്കുന്നത്. അങ്ങനെ മരത്തിലിടിച്ചാണ് ഈ 4 പേർക്ക് പരിക്കേൽക്കുന്നത്. മുൻസീറ്റിലിരുന്നവർക്ക് പരിക്ക് അല്പം ഗുരുതരമാണ്, എന്നാൽ പോലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. എരമംഗലം സ്വദേശിയായിട്ടുള്ള ബേബി, അതുപോലെ തന്നെ ശ്രീനിവാസൻ, ആര്യ, തൃക്ഷ എന്നിങ്ങനെ 4 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ കാർ നിയന്ത്രണം വിട്ട് ഈ മരത്തിലിടിക്കുകയും അതോടൊപ്പം തന്നെ ഒരു മതിൽ ഇടിച്ച് തകർത്ത ശേഷമായിരുന്നു ഇത് ഈ മരത്തിൽ വന്നിടിച്ചത്. അതാണ് ഇത്തരത്തിൽ വലിയൊരു ആഘാതത്തിലേക്ക് പോയത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ ചികിത്സയിലുള്ള 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ഇവർ നിലവിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി, തൃശൂർ കുന്നംകുളത്താണ് കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് അപകടമുണ്ടായത്. വിവരങ്ങളാണ് സൂരജ് സജി നൽകിയത്. ബംഗളൂരുവിൽ സർവീസ് അപ്പാർട്ട്മെന്റിൽ യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തി. അസം സ്വദേശിയായ മായ ഗൊഗോയിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മലയാളി യുവാവിനായി തിരച്ചിൽ തുടങ്ങി. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, പോലീസ് പറയുന്നത് എന്താണ്? ഈ മലയാളി യുവാവിന് ഇതുമായുള്ള ബന്ധം എന്താണ്? കീർത്തന, ഈ കൊലപാതകത്തിന് പിന്നിൽ മലയാളിയായിട്ടുള്ള, അതായത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള യുവാവ്, ആരവ് എന്നു പേരുള്ള ഒരു യുവാവ് ആണ് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് കർണാടക പോലീസ് നിലവിലുള്ളത്. അതിനടിസ്ഥാനമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന ചില തെളിവുകളും കാര്യങ്ങളുമുണ്ട്. ചില CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ബംഗളൂരുവിലെ സർവീസ് അപ്പാർട്ട്മെന്റിലാണ് യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അസം സ്വദേശിയായ മായ ഗൊഗോയിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംഭവത്തിൽ മലയാളി യുവാവിനായി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ആരവ് എന്ന പേരുള്ള യുവാവിനായിട്ടാണ് പോലീസ് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട്. അരുൺ, തുടരാം. കീർത്തന, നിലവിൽ ഇപ്പോൾ ഈ ആരവിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. 23-ാം തീയതിയാണ് ഈ ആരവും അതോടൊപ്പം തന്നെ നിലവിൽ കൊല്ലപ്പെട്ടിട്ടുള്ള യുവതിയും ഇന്ദിരാനഗറിലെ ഈ അപ്പാർട്ട്മെന്റിൽ മുറിയെടുക്കുന്നത്. അതിനുശേഷം അവർ 2 ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ കൊലപാതകം നടന്നത് എന്നതാണ് പോലീസ് പറയുന്നത്. അതിന് ശേഷം, അതായത് ഇവർ മുറിയെടുത്തതിന് ശേഷം ആ മുറിയിലേക്ക് മറ്റാരെങ്കിലും പോയതായിട്ടുള്ള കണ്ടെത്തലുകളില്ല. CCTV ദൃശ്യങ്ങൾ, അതായത് ഈ അപ്പാർട്ട്മെന്റിലെ CCTV ദൃശ്യം ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ അത്തരത്തിൽ ഏതെങ്കിലും മറ്റാരെങ്കിലും ആ മുറിയിലേക്ക് കടന്നുപോയതായി കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരവി കൊലപാതകം നടത്തിയതിനു ശേഷം ഇന്നലെ അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എന്തായാലും ഉള്ളത്. ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. കഴുത്ത് ഞെരിച്ചും അതോടൊപ്പം തന്നെ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തി ആഴത്തിൽ മുറിവ് ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് മരണകാരണം എന്നാണ് നിലവിൽ എന്തായാലും പോലീസ് പറയുന്നത്. പോലീസ് എന്തായാലും യുവാവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള, അതായത് കേരളത്തിലേക്ക് ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.
മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിൽ പൊരുത്തക്കേടെന്ന് ഓൺലൈൻ മാധ്യമം ദ വയറിന്റെ റിപ്പോർട്ട്. പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പോൾ ചെയ്തതിനേക്കാൾ 5 ലക്ഷം വോട്ടുകൾ കൂടുതൽ എണ്ണിയെന്നും ദ വയർ റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, നേരത്തെ തന്നെ പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. 6 പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷം വീണുപോകാനുള്ള കാരണം അത് തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയാണ് എന്നവർ ആരോപിക്കുന്നു. അത്തരം വാദങ്ങൾക്ക് ഒരുപക്ഷെ ശക്തി പകരുന്ന കണ്ടെത്തലുകളാണ്, വെളിപ്പെടുത്തലുകളാണ് ദ വയറിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് 66.05% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അതായത് 6,40,00,000 വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. അതിൽ തന്നെ വോട്ട് എണ്ണിയപ്പോൾ എണ്ണിയ വോട്ടുകളുടെ എണ്ണം 6,45,00,000. അതായത് 5 ലക്ഷത്തോളം വോട്ടുകൾ അധികമായി എണ്ണി തീർന്നു എന്നതാണ് ഈ കണക്കുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഇത്രയും വലിയൊരു അന്തരം ഈ കണക്കുകളിൽ വന്നു എന്ന ചോദ്യമാണ് ദ വയർ ചോദിക്കുന്നത്. അതിനോടിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നിട്ടില്ല. പല മണ്ഡലങ്ങളിലും പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ എണ്ണിയിട്ടുണ്ട്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ അതിൽ കുറവും കാണുന്നുണ്ട്. ഇത്തരം ഒരു അന്തരം സാധാരണ ഇങ്ങനെയൊരു വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്ന ചോദ്യമാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഈ ഒരു കണ്ടെത്തൽ കൂടി തങ്ങളുടെ വാദങ്ങളിൽ ഇനി ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ നാന്ദേഡിൽ ഈ തെരഞ്ഞെടുപ്പിനോടൊപ്പം, നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടന്നിരുന്നു. ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ വലിയ ഭൂരിപക്ഷത്തിലാണ് BJP സ്ഥാനാർത്ഥികൾ ജയിച്ചതെങ്കിൽ ലോക്സഭയിലേക്ക് വരുമ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും ജയിക്കുന്നു. അതായത് നിയമസഭകളിലെ ഈ കണക്കുകൾ കോൺഗ്രസ് എടുക്കുമ്പോൾ, ഓരോ മണ്ഡലങ്ങളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തോളം വോട്ടിന്റെ ഒരു ലീഡ് ആ തരത്തിൽ BJPക്കുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ. പക്ഷേ ലോക്സഭയിലെ ആകെ കണക്കിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസിന് പുറകിലാവുന്നത് എന്താണ്, എങ്ങനെയാണ് എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാകും ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ സജീവമാവുക. കീർത്തനം. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. ശബരിമല സന്നിധാനത്തും സോപാനത്തിലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. എക്സിക്യൂട്ടീവ് ഓഫീസറോട് കോടതി റിപ്പോർട്ട് തേടി. 18ാം പടിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്ത നടപടി അംഗീകരിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. ഫോട്ടോഷൂട്ട് നടത്തിയ സംഭവത്തിൽ സന്നിധാനം സ്പെഷ്യൽ ഓഫീസറോട് ADGP റിപ്പോർട്ട് തേടി. അന്വേഷണത്തിനായി അവധിയിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചു. 18ാം പടി ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന 30ഓളം പോലീസുകാർ നടത്തിയ ഫോട്ടോഷൂട്ട് വിവാദമായിരുന്നു. എരുമേലിയിൽ ശരംകുത്തൽ വഴിപാട് സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കോട്ടയം കളക്ടറോട് ഹൈക്കോടതി വിശദീകരണം തേടി. ദേവസ്വം ബോർഡ് നിശ്ചയിച്ച തുകയേക്കാൾ കൂടുതൽ തുക കളക്ടർ നിശ്ചയിച്ചുവെന്നാണ് ആരോപണം. മനോജ് S. നായർ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. ഈ എരുമേലിയിൽ ശരംകുത്തൽ വഴിപാടിനടക്കം നേരത്തെ ദേവസ്വം ബോർഡ് നിശ്ചയിച്ച ഒരു ഫീസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ തുകയാണ് ഇപ്പോൾ ഈടാക്കുന്നത് എന്നാണ് മനോജ് S. നായരുടെ ഹർജിയിൽ പറയുന്നത്. അത് ഈ വ്യാപാരികളുടെ ആവശ്യപ്രകാരം കോട്ടയം ജില്ലാ കളക്ടർ ഈ തുക വർദ്ധിപ്പിക്കുകയായിരുന്നു എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട് ജില്ലാ കളക്ടറോട് കോടതി. അത് പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധത്തിന് കോൺഗ്രസ്. ഇതിനായി നിയുക്ത MP പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾ യോഗം ചേരും. ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ സമരപരിപാടികൾ തീരുമാനിക്കും. കളക്ടറേറ്റിൽ വെച്ചുകൊണ്ട് നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി നിവേദനം കൊടുത്തു. ലോക്കൽ MLA എന്ന രീതിയിൽ ഞാൻ നിവേദനം കൊടുത്തിരുന്നു. അതിൽ മന്ത്രിമാരുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിലാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ആ സംസാരത്തോട് 1% പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ദേശീയ ഗവൺമെൻറ്റും നീതി പുലർത്തിയിട്ടില്ല. അത് ഒരു വലിയ ദുരന്തത്തിന് വിധേയരായിട്ടുള്ള ജനതയോട് കേന്ദ്ര സർക്കാർ കാണിച്ചിരിക്കുന്ന ഒരു വലിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനമാണ്. ഈ സമീപനത്തിനെതിരായിട്ടുള്ള പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തുമുള്ള പോരാട്ടവും പ്രവർത്തനവും വളരെ കൃത്യതയോടുകൂടി ഉണ്ടാകും. അതിന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതിന് നേതൃത്വം കൊടുക്കും. പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അച്യുതൻ, ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്?
കീർത്തന, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള അടിയന്തര ധനസഹായം ഉണ്ടായിട്ടില്ല. അത് ഒന്നാമതായ കോൺഗ്രസ് ആ വിഷയം ഉയർത്തുന്നുണ്ട്. രണ്ട്, ഈ മറ്റ് രേഖകൾ ഉൾപ്പെടെ കൈമാറുന്നതിൽ സർക്കാർ കാണിച്ച ചില വീഴ്ചകൾ, അതും കൃത്യമായി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുക എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടമെന്ന നിലയിൽ നിലവിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച നിയുക്ത MP പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാലോചിക്കും. ഡൽഹിയിൽ പ്രിയങ്ക ഗാന്ധിയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ. വയനാട് MLA T സിദ്ദിഖ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം DCC പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ പ്രിയങ്ക ഗാന്ധിയുമായി കൂടി ആലോചിച്ച ശേഷമായിരിക്കും തുടർ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുക. എന്തായാലും നേതാക്കൾ വ്യക്തമാക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മണ്ഡലത്തിൽ നിന്ന് വിട്ടുപോയെങ്കിലും രാഹുൽ ഗാന്ധിയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ആ പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലായിരിക്കും ആ ഭാവിയിലെ ആ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുക എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു പ്രതിഷേധത്തിന് കൂടി ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി തയ്യാറെടുക്കുകയാണ്. ശരി, R അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്തേണ്ട കുടുംബങ്ങളുടെ പ്രാഥമിക പട്ടിക 5 ദിവസത്തിനകം മേപ്പാടി പഞ്ചായത്ത് കളക്ടർക്ക് സമർപ്പിക്കും. സർക്കാർ നിർദ്ദേശിച്ച 50 മീറ്റർ ദൂരപരിധി പ്രകാരമാണ് കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നത്. അട്ടമല, പടവെട്ടിക്കുന്ന് മേഖലയിലെ കുടുംബങ്ങളെ 2ാം ഘട്ടത്തിൽ പരിഗണിക്കും. പടവെട്ടിക്കുന്ന്, അതുപോലെ തന്നെ അട്ടമല പ്രദേശം, ഇവിടെ ഈ എഫ്റ്റേഡ് ഏരിയ കൂടെയാണ് ആ പ്രദേശങ്ങളിലേക്ക് പോകേണ്ടത്. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. അവർ സേഫായ സ്ഥലത്താണെങ്കിൽ പോലും അവർക്ക് പോകേണ്ടത് ഈ വേലിപ്പാലം കടന്നിട്ടാണ്. അപ്പോൾ അത് വേലിപ്പാലം അവിടെ അത് പൊളിച്ചു മാറ്റിയാൽ ആ പ്രദേശമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത അവസ്ഥ വരും, ഒറ്റപ്പെടും. അപ്പോൾ അവരും കൂടി 2ാം ഘട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ ലിസ്റ്റ് തയ്യാറാക്കേണ്ടതെന്നാണ് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുന്നത്. മിഥില ബാലൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മിഥില, ആദ്യഘട്ട പട്ടികയിൽ എത്ര കുടുംബങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്? കീർത്തന, കുടുംബങ്ങളുടെ കൃത്യമായ കണക്ക് തയ്യാറായിട്ടില്ല. അത് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സർവകക്ഷി യോഗമായിരുന്നു ഇന്ന് മേപ്പാടി പഞ്ചായത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുള്ള ചർച്ചകൾ, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു ചർച്ചയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരമാണ് 5 ദിവസത്തിനകം ഒരു പ്രാഥമിക പട്ടിക ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഈ പട്ടികയ്ക്ക് അംഗീകാരം നൽകും. അതിനുശേഷം ആയിരിക്കും ഈ ഒരു പട്ടിക കളക്ടർക്കും പിന്നീട് സർക്കാരിനും സമർപ്പിക്കുക. നിലവിൽ പറയാനുള്ള ഒരു കാര്യം എന്നത് അട്ടമല, പടവെട്ടിക്കുന്ന് മേഖലയിലെ കുടുംബങ്ങളെ പരിഗണിക്കുന്നത് 2ാം ഘട്ടത്തിലായിരിക്കും. ഈ സർക്കാർ ഇതിനകം വെച്ച ഒരു ദൂരപരിധി എന്നത് 50 മീറ്ററാണ്. അതായത് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും ആ ദൂരപരിധി പ്രകാരമാണ് നിലവിൽ പ്രാഥമിക ഘട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട കുടുംബങ്ങളുടെ പട്ടിക ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 5 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കും. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. മണിപ്പൂരിലെ ജിരിബാമിൽ 6 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കേസെടുത്ത NIA കുട്ടികൾ ഉൾപ്പെടെ 6 പേരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. വിനീത VG വിവരങ്ങളുമായി. വിനീത, എന്താണ് വിശദാംശങ്ങൾ? കീർത്തന, ജിരിബാമിലെ മെയ്തൈ വിഭാഗത്തിലെ 6 പേരായിരുന്നു കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ 2 വയസ്സുള്ള ഒരു കുഞ്ഞടക്കം 3 കുട്ടികളും 3 സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത്. ഈ കൊലപാതകത്തിന് പിന്നിൽ കുക്കികൾ എന്നുള്ളതായിരുന്നു ആരോപണം. ഈ സംഭവമാണ് ഇപ്പോൾ NIA കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് NIAക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട NIA അന്വേഷണം നടത്തണമെന്നൊക്കെയുള്ള ചില ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കേസ് NIA ഏറ്റെടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ മണിപ്പൂരിലെ ഇത്തരം അക്രമ സംഭവങ്ങൾ, കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള 3 കേസുകൾ NIA ഏറ്റെടുക്കുകയും ആ കേസുകളുടെയൊക്കെ തന്നെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിലാണ് ജിരിബാമിലെ ഈ കൊലപാതകം കൂടി NIA ഏറ്റെടുത്തിരിക്കുന്നത്. കീർത്തന. ശരി, വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചോ? എന്താണ് പുതിയ വിവരങ്ങൾ? ഹലോ. തൃപ്രയാർ അപകടത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഗോവിന്ദാപുരത്തെ ശ്മശാനത്തിൽ ഇപ്പോൾ നടക്കുന്നത്. മരിച്ചവരുടെ ബന്ധുക്കളും കളക്ടറും ശ്മശാനത്തിൽ എത്തിയിട്ടുണ്ട്. നിഖിൽ കേൾക്കാമെങ്കിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്?
കീർത്തന അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അങ്ങേയറ്റം എല്ലാവരെയും വേദനിപ്പിച്ച ഒരു അപകടമാണ് ഇന്നിപ്പോൾ രാവിലെ തൃപ്രയാറിൽ നടന്നത്. 5 പേരുടെ മരണമാണ് ഈ സംഭവത്തിൽ ഉണ്ടായത്. ഇപ്പോൾ ജില്ലാ കളക്ടർ എസ് ചിത്ര സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ, ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ അവരുടെ വിലാപങ്ങൾ, അവരുടെ വിഷമങ്ങളൊക്കെ പറയുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. മീൻകര ഡാമിനോട് ചേർന്നിട്ടുള്ള പൊതു ശ്മശാനത്തിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും. അവരുടെ ബന്ധുക്കൾക്കും മറ്റും ഇവിടേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി നൽകിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി അടക്കം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കുടുംബം എന്ന് പറയുന്നത് 14 പേരടങ്ങുന്ന കുടുംബമായിട്ടാണ് തൃപ്രയാറിലേക്ക് ജോലിക്ക് വേണ്ടി പോയിരുന്നത്. എന്തായാലും നമുക്ക് ജില്ലാ കളക്ടറോട് ഈ കാര്യങ്ങൾ ചോദിക്കാം. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി പോയി. ഇവരുടെ താമസത്തെക്കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ മാമിന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? എന്താണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ, സംസ്കാരത്തിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ മുതൽ തന്നെ തഹസിൽദാരും ADM ഒക്കെ സ്ഥലത്തുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. ബന്ധുക്കളൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സർക്കാർ അവരോടൊപ്പം ഉണ്ട്. വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മീൻകര ഡാമിനോട് ചേർന്ന ഈ പ്രദേശത്ത് ആണ് ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടൊപ്പം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. 5 അപകടത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.